ഞാനിവിടെ വന്ന് 23 പൂജ നടത്തി. എൻ്റെ മോൻ്റെ കല്യാണമായി. ഞാൻ കൊല്ലം മങ്ങാട് നിന്നായിരുന്നു വരുന്നത്. എൻ്റെ മോൻ്റെ കല്യാണം എല്ലാം ശരിയായി. ജനുവരി 19 തീയതിയാണ് എൻ്റെ മോൻ്റെ കല്യാണം. ഇവിടെ വന്ന് 23 പൂജ നടത്തിയതിൽ എനിക്കത് ഫലം കിട്ടി. എൻ്റെ മോൻ്റെ കല്യാണം ഈ ഉമാമഹേശ്വരി അമ്പലത്തിൽ വെച്ചാണ് നടന്നത്. ഇതിന് ഒരുപാട് തടസ്സങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ആ തടസ്സങ്ങളങ്ങ് നീട്ടി എൻ്റെ ഉമാമഹേശ്വര അമ്മയും കൂടെ ചേർന്ന് എൻ്റെ മോൻ്റെ ഈ കല്യാണം തൃപ്തിയോടെ എനിക്ക് നടത്തി തരുന്നു. എൻ്റെ മോൻ്റെ കല്യാണം എല്ലാവരും വന്ന് ഈ അമ്മയുടെ നടയിൽ വന്ന് എല്ലാവരും മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. എൻ്റെ മോൻ്റെ കല്യാണമാണ്. അത് 18-ാം തീയതി എൻ്റെ അമ്മ നടത്തി തരും. ഞങ്ങൾക്കത് വിശ്വാസമാണ്. കാര്യങ്ങളെല്ലാം മംഗളമാകും. 23 ആഴ്ച വരെയാണ് സ്വയംവര പൂജ നടത്തേണ്ടത്. അത് 10 പൂജ ആയപ്പോഴത്തേക്ക് എൻ്റെ മോൻ്റെ വിവാഹം നടന്നു. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മ നടത്തി തരുന്നു. ഈ 18-ാം തീയതിയാണ് എൻ്റെ മോൻ്റെ ഈ ആഗസ്റ്റ് മാസം 18-ാം തീയതിയാണ് എൻ്റെ മോൻ്റെ കല്യാണം നടത്തുന്നത്. എല്ലാവരും ഇതിനോട് ചേർന്ന് ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരും വന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. ഇത് നടത്തി തരുമോ? അമ്മ നടത്തി തരും. ഇതെനിക്ക് നല്ല വിശ്വാസമാണ്. എല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം. എൻ്റെ പേര് രാജേഷ്, സ്ഥലം പെരുമൺ. ഞാൻ ഉമാമഹേശ്വരി സ്വയംവരാർച്ചന നടത്താൻ വന്നു. ഞാൻ 12 വിളക്കെടുത്തു. ഇപ്പോഴത്തെ എനിക്ക് ആലോചനകളെല്ലാം വന്നു തുടങ്ങി. 2 ആലോചന വന്നിട്ടുണ്ട്. ഉമാമഹേശ്വരി അമ്പലത്തിൽ ഞാൻ വന്നു. 12 പൂജയായപ്പോൾ എനിക്ക് ആലോചനകളെല്ലാം വന്നിട്ടുണ്ട്. ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ വന്ന് എൻ്റെ മോൻ്റെ കല്യാണാലോചനയ്ക്ക് വേണ്ടി ഇവിടെ വന്ന് പൂജ ചെയ്തു. 7ാമത്തെ ആഴ്ചയിൽ വിവാഹം ഉറച്ചു. ഇപ്പോൾ ഇത് 11ാമത്തെ ആഴ്ചയാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയായിരുന്നു വരുന്നത്. മോന് ജോലിയും ഉണ്ട്. അങ്ങനെ മോൻ്റെ കല്യാണം ഉറച്ചു. സന്തോഷം, നല്ല വിശ്വാസമുണ്ട്. ഇവിടെ വന്നതിൽ ഞങ്ങൾ കുണ്ട്ര മുക്കൂട് നിന്നാണ് വരുന്നത്. എൻ്റെ മോന് സെൻട്രൽ ഗവൺമെൻറ്റിൽ ജോലിയാണ്. ജോലി കിട്ടിയിട്ട് 1 വർഷമായുള്ളൂ. അപ്പോഴാണ് കല്യാണാലോചന ഒരുപാട് വന്ന്. അങ്ങനെ ഒരു വ്യക്തി പറഞ്ഞ് ഈ അമ്പലത്തിൽ വന്ന് പൂജ ചെയ്താൽ മതിയെന്ന്. 7ാമത്തെ ആഴ്ച തൊട്ട് മോൻ്റെ ഉറച്ച് ഇപ്പോൾ നിശ്ചയം. നന്ദിയുണ്ട്. ഞാൻ കൊല്ലം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ, അതായത് ഉമാമഹേശ്വര പൂജ ചെയ്ത് സ്വയംവര പൂജയ്ക്ക് ഞാൻ വന്ന്. എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു വന്നു. 23 ആഴ്ച ഞാൻ ഇരുന്ന് മനസ്സുരുകി ദേവനും ദേവിക്കും പൂജ ചെയ്ത് എൻ്റെ മോൻ്റെ കല്യാണം റെഡിയായി. മെയ് 11-ാം തീയതി എൻ്റെ മോൻ്റെ കല്യാണം. നിങ്ങളും അതേപോലെ കല്യാണം കഴിക്കാൻ നടക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരുടെ അച്ഛനും അമ്മമാരും വന്നിരുന്നു ദേവനെ മനസ്സൊരുക്കി നിങ്ങൾ പ്രാർത്ഥിക്കും. 23 പൂജ ചെയ്യണം. 23 പൂജ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ദേവനും ദേവിയും നിങ്ങൾക്ക് അതിന്റെ ഫലം തന്നിരിക്കും. ഉറപ്പാ. അത് അനുഭവക്കാരിയാണ് ഞാൻ. അതുകൊണ്ട് അറിയുന്നവരോടും എല്ലാവരോടും പറഞ്ഞ് ഭഗവാന്റെ ദേവിയുടെ മുമ്പിൽ വന്നിരുന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക. മക്കളെ കല്യാണം നടക്കാത്ത അച്ഛനും അമ്മമാരും മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക. അതിന് ഫലം കിട്ടിയിരിക്കും. ഉറപ്പാ. കണ്ടു ഞാൻ എന്നെ മറന്നു നിന്നു, നിൻ മുന്നിൽ എല്ലാം മറന്നു നിന്നു. പുഞ്ചിരി തൂകുന്ന പൂമുഖം കണ്ടു ഞാൻ എന്നെ മറന്നു നിന്നു, നിൻ മുന്നിൽ എല്ലാം മറന്നു നിന്നു. കാത്തിരുന്നു തിരുമാറിലണിയിക്കാൻ മോഹങ്ങൾ കൊണ്ടൊരു മാല്യവും കോർത്തു ഞാൻ കാത്തിരുന്നു. പുഞ്ചിരി തൂകുന്ന പൂമുഖം കണ്ടു ഞാൻ എന്നെ മറന്നു നിന്നു, നിൻ മുന്നിൽ എല്ലാം മറന്നു നിന്നു.
സ്വീകരിച്ചു. അക്ഷരാനന്ദ നീരൊഴുക്കി എന്റെ ഹൃദയ നൈവേദ്യം നീ സ്വീകരിച്ചു. പുഞ്ചിരി തൂകുന്ന പൂമുഖം കണ്ടു